നമസ്കാരം. ഞാൻ സുന്ദരരാമലക്ഷ്മണൻ. ഇത് കോമൺ സെൻസ് ഭാരതീയൻ. നിങ്ങളുടെ കോമൺ സെൻസിലേക്ക് ഒരു ചെറിയ കാര്യം അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ തമിഴിലും ഇംഗ്ലീഷിലും ഉണ്ടാവും. കാരണം ഇത് സബ് ടൈറ്റിൽസ് ഇട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യമല്ല. ദിസ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. അപ്പം എന്താണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നൺ അതർ ദാൻ EIA, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. ഈ ഒരു 2020 നമ്മുടെ ഭാരത സർക്കാർ മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ താഴെ ഒരു ഡ്രാഫ്റ്റ് ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റിന് വിളിക്കുന്നതാണ് EIA 2020. അപ്പോൾ EIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഫുൾ ഫോം പറഞ്ഞതുപോലെ തന്നെ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. അപ്പോൾ ഇതിനൊരു വീഡിയോ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണ്. കാരണം ഇത് സാമാന്യ ജനങ്ങളുടെ കോമൺ സെൻസിൽ എത്തേണ്ട കാര്യമാണ്. ഇതിപ്പോ ആർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നൊരു ചോദ്യത്തിനും ഉത്തരം പറയേണ്ട സമയമാണ്. മാറ്റം ആരിൽ നിന്നും വരണം എന്നൊരു ചോദ്യവും ഇവിടെ വളരെ പ്രധാനമാണ്. ഗാന്ധിജി, ഭാരതത്തിന്റെ പിതാവ്, പറഞ്ഞതുപോലെ നീ എന്ത് ആഗ്രഹിക്കുന്നോ, എന്ത് മാറ്റം മറ്റൊരിൽ ആഗ്രഹിക്കുന്നോ അത് സ്വയം നിന്നിൽ വരണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലോട് കൂടിയാണ് എൻ്റെ അഭിപ്രായവും പോകുന്നത്. അപ്പോൾ ഇതിനും EIAക്കും എന്ത് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, EIA എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടാണ്. ഗവൺമെന്റിന് ആര് കൊടുക്കേണ്ട റിപ്പോർട്ടാണ്? ഇവിടെ തുടങ്ങാൻ പോകുന്ന കമ്പനികൾ കൊടുക്കാനുള്ള റിപ്പോർട്ടാണ് EIA. ആ റിപ്പോർട്ടാണ് എന്ത്? EIA റിപ്പോർട്ട്. ശരി, എന്തിനാണ് ഈ EIAയിൽ ഇപ്പോൾ മാറ്റം, ഈ ഘട്ടത്തിൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ചൈനയായിട്ടുള്ള നമ്മുടെ ഗാൽവൻ കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ചൈനയിൽ നിന്നും വൻകിട കമ്പനികളെല്ലാം പുറത്തോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് EIA എന്ന് പറയുന്നതിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. മാറ്റമല്ല, ചെറിയൊരു ട്വീക്ക്, സമയത്തിൻ്റെ പരിധി കുറയ്ക്കുന്നതും, ചെറിയ ചെറിയ കാര്യങ്ങളുടെ സമയത്തിൻ്റെ പരിധി കുറയ്ക്കുന്നതും, ഓൺലൈൻ ആക്കുന്നതും, ഓൺലൈൻ പേപ്പർ വർക്കിനെ ഓൺലൈൻ ഈസി ആയിട്ട് ആക്കുന്നതും, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇളവ് വരുത്തുകയും ചെയ്തു. പിന്നെ അങ്ങനെ ചെയ്ത് എന്തിനാണ്? ഈ ചൈനയിൽ നിന്ന് പോയ വൻകിട കമ്പനിയെ ഭാരതത്തിലോട്ട് വന്ന് പ്രവർത്തനം ആരംഭിക്കാനായിട്ടുള്ള ഒരു ശ്രമം. ഇത് രണ്ട് രീതിയിൽ കാണാം. ഭാരതത്തിന് ലോകരാജ്യങ്ങൾക്ക് ഒരു റാങ്കിങ് കൊടുക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതൊരു ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൻ്റെ അകത്ത് വരുന്ന ഒരു റാങ്കിങ് ആണ്. നമുക്ക് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ 52ാമത്തെ സ്ഥാനമുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതിൽ നമുക്ക് കുറച്ച് അടി പറ്റിയിട്ടുണ്ട്. കാര്യമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ സ്ഥാനം മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന വാസ്തവമാണ്. അപ്പോൾ അതിനെ ഉയർത്താനും പുതിയ കമ്പനികൾ ഇവിടെ വരാനും അതിനെന്ത് ചെയ്യണം? നിയമങ്ങളെ കുറച്ച് ഇളവ് വരുത്തണം. അങ്ങനെ വരുത്തിയിട്ടുള്ള ഇളവായിട്ട് നമുക്കിതിനെ കാണാം, എക്കണോമിക്കലി സ്പീക്കിംഗ്. പിന്നെ പൊളിറ്റിക്കലി സ്പീക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ആലോചിക്കാം. ചൈനയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ, നിങ്ങളല്ല ചൈന, മിസ്റ്റർ ചൈന, നിങ്ങളല്ല ഇനി ലോകത്തിലെ മേക്കർ, ഞങ്ങളാണ് എന്ന് ഭാരതത്തിന് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം. ഭാരതം തൻ്റെ പാഠത്തിനെ പഠിച്ചു.
സാംസങ് ചൈനയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അത് ചൈനയുടെ ആൾട്ടർനേറ്റീവായിട്ട് കണ്ടത് ഭാരതത്തിനല്ല, അങ്ങ് ഫിലിപ്പൈൻസിനെയാണ്. അപ്പോൾ അതിൻ്റെ പാഠം ഉൾക്കൊള്ളത് കൊണ്ട് ഈ EIA-യിൽ കുറച്ച് ഇളവ് വരുത്തിയാൽ അവിടെ നിന്ന് വിട്ടുപോകാൻ വിചാരിക്കുന്ന കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാരതത്തിൽ ഒരു സ്ഥാനം കിട്ടും. അതൊരു പൊളിറ്റിക്കൽ ഗെയിമും കൂടെയാണ്, സ്ട്രാറ്റജി. ഒരു ചെസ് പീസിൽ മൂവ് ആക്കുന്നതിൻ്റെ തുല്യമാണ്. ഭാരതം അതിപ്പോൾ നന്നായിട്ട് ചെയ്യുന്നു എന്ന കാര്യത്തിൽ സന്തോഷം. എന്നാൽ എക്സാക്ട്ലി EIA എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ 6 സ്റ്റേജുകളിലോട്ട് കടന്നു പോകണം. സ്റ്റേജസ് ഇൻ പ്രയർ എൻവയോൺമെന്റൽ ക്ലിയറൻസ് വാങ്ങിച്ചാലേ ഇവിടെ ഏത് കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരുടെ ബിൽഡിംഗ് ഉൾപ്പെടെ കെട്ടാൻ പറ്റത്തുള്ളൂ. പുതിയതായിട്ടൊരു കെട്ടണം കെട്ടണമെങ്കിലും അവർക്ക് എന്ത് വേണം? ക്ലിയറൻസ് വേണം. അതിന് ഒരു കമ്പനി ചെയ്യേണ്ട 6 കാര്യങ്ങളെക്കുറിച്ച് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇതാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റൽ, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആ EIA റിപ്പോർട്ട് 83 പേജസ് ഉള്ളതാണ്. 2 ദിവസം കൊണ്ട് ഇത് അനലൈസ് ചെയ്തതിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. സോ 6 പ്രോസസ് ഉണ്ട്. സ്കോപ്പിംഗ് ആണ് ഫസ്റ്റ് പ്രോസസ്. പ്രിപ്പറേഷൻ ഓഫ് ഡ്രാഫ്റ്റ് EIA റിപ്പോർട്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചോളം പ്രധാനമാണ് പബ്ലിക് കൺസൾട്ടേഷൻ. 4ാമത്തെ പ്രോസസ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ EIA. 5ാമത്തെ പേപ്പർ അപ്രൈസൽ. 6ാമത്തെ പ്രോസസ് അവസാനം ക്ലിയറൻസ് കിട്ടുന്നതും റിജക്റ്റിങ്ങും ഗ്രാൻഡുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 6 പ്രോസസ്സ് കടന്നു പോയാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഭാരതത്തിൽ വെളിയിൽ നിന്ന് വരുന്ന ഒരു കമ്പനി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇവിടെ അതിൻ്റെ ബിൽഡിങ്ങിന് ഒരു കല്ലിടാൻ പറ്റത്തുള്ളൂ. ഇത് അപ്രൈസൽ കിട്ടിയിട്ട് വേണം ഓരോ റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ കയ്യിൽ നിന്നും എന്ത് വേണം? സാങ്ഷൻ വേണം, ക്ലിയറൻസ് വേണം. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ആണ് ഈ ഇതിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് പ്രൊഡക്ഷൻ നടത്താം, പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം, കാര്യങ്ങൾ നീക്കാം, പെട്ടെന്ന് ജോലി കൊടുക്കാം, പെട്ടെന്ന് ഒരു ഫാക്ടറി ഉണ്ടാക്കാം, പെട്ടെന്ന് പ്രൊഡക്ഷൻ തുടങ്ങാമല്ലോ. അതിന് വേണ്ടിയാണ് ഈ EIA-യിൽ ഇളവ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ 6 കാര്യങ്ങളും ഈ EIA എന്താണെന്ന് ഞാൻ പറയാം. ഇത് ഈ റിപ്പോർട്ടിൽ നിന്ന് കിട്ടിയ ഇതാണ്. 83 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ ദെയർ സൈറ്റ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പം EIA എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് റിപ്പോർട്ടാണ്. ഒരു കമ്പനി തൻ്റെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ കമ്പനി എന്ത് ചെയ്യണം? ആ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെന്ന് മണ്ണ് തൊട്ട് 5 എലമെന്റും മണ്ണ്, വെള്ളം, വായു എന്നീ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ആ മണ്ണിൽ എന്തൊക്കെ മിനറൽസ് ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് സെക്കൻഡറി സോഴ്സും പ്രൈമറി സോഴ്സും ഉപയോഗിച്ച് പഠിച്ച് അതിനെ റിപ്പോർട്ട് കളക്ട് ചെയ്ത് ആ റിപ്പോർട്ടിൻ്റെ ബേസിൽ തയ്യാറാക്കുന്ന ഒരു ഡ്രാഫ്റ്റാണ്. ആദ്യത്തെ ഡ്രാഫ്റ്റാണ് EIA ഡ്രാഫ്റ്റ്. കമ്പനി ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ. ഇതാണ് അതിൻ്റെ ജനറൽ സ്ട്രക്ചർ. ആദ്യം കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ, കമ്പനി ഏത് പ്രോസസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നീ പ്രോസസ്സ് പറയണം. എന്നിട്ട് ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. ആ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി എൻവയോൺമെൻറ്റ്, ആ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ എൻവയോൺമെൻറ്റിൽ എങ്ങനത്തെ
ചീത്തതായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. എങ്ങനെയൊക്കെയാണ് മണ്ണിനെ, എങ്ങനെയൊക്കെയാണ് വെള്ളത്തിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവരെന്ത് ചെയ്യണം? കമ്പനി തന്നെ ഒരു റിപ്പോർട്ടായിട്ട് എഴുതണം. എന്നിട്ട് അങ്ങനെ നടക്കുന്നതിനെ തടയാനായിട്ട് എന്തൊക്കെ മെഷർ ചെയ്യണമെന്ന് അതും പറയണം. പ്രശ്നം ഉണ്ടാവും, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇത് ചെയ്താൽ ഉണ്ടാവും, ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നും എന്തിലെഴുതിയിരിക്കണം? ആ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കണം. അത് മാത്രമല്ല, അനലൈസിസ് ആൾട്ടർനേറ്റീവ്, ഇതിന് പകരമായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് കൊടുക്കുന്ന ഒരു ഇതാണ് അഡീഷണൽ സ്റ്റഡീസ്. അതിനു വേണ്ടി വേറെ എന്തൊക്കെ പഠിച്ചു, മണ്ണ് എങ്ങനെ പഠിച്ചു, ഏതൊക്കെ ടെസ്റ്റ് എടുത്തു, പ്രോജക്റ്റ് ബെനഫിറ്റ്, ആ പ്രോജക്റ്റ് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രോഫിറ്റ്, ആ മണ്ണിന് എന്ത് പ്രോഫിറ്റ്, ആ ഗവൺമെന്റിന് എന്ത് പ്രോഫിറ്റ് എന്ന് ബെനഫിറ്റ് എന്ന് പറയണം. പിന്നെ എൻവയോൺമെന്റൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്, അതായത് ആ ഫാക്ടറി ആ മണ്ണിന് വരുന്നത് കൊണ്ട് അതിനെന്താണ് ബെനഫിറ്റ്. പിന്നെ അതിനു വേണ്ടി എങ്ങനെ ഇ എം പി എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ, എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ മണ്ണിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ബിൽഡിംഗ് കെട്ടാം, എങ്ങനെ പ്രവർത്തികൾ നടത്താം എന്ന് നോക്കുന്ന ഒരു ഫാക്ടറാണ് EMP. അതേപോലെ തന്നെ സമ്മറി ആൻഡ് കൺക്ലൂഷൻ. പിന്നെ ജനങ്ങളോട് ഇത്രയും കാര്യം എഴുതി സ്റ്റഡി ചെയ്ത് ഗവൺമെൻറ് ഏജൻസിക്ക് കൊടുക്കണം. എന്നിട്ട് ആ ഗവൺമെൻറ് ഏജൻസി എന്ത് ചെയ്യും? എവിടെയാണോ ഇത് വരുന്നത് അവിടെ എന്ത് ചെയ്യും? അവിടെ ഉള്ള ജനങ്ങൾക്ക് കമ്പനി തന്ന ഡ്രാഫ്റ്റിനെ എടുത്ത് കൊടുക്കും. ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യും? അത് വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെ ശരി, എന്തൊക്കെ മാറ്റം വരുത്തണം, ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്തണമെന്ന് അവർ അഭിപ്രായം പറഞ്ഞ് പിന്നീട് ആ അഭിപ്രായം അനുസരിച്ച് ഈ EIA റിപ്പോർട്ടിനെ വീണ്ടും ഫൈനലൈസ് ആക്കും. എന്നിട്ട് മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ? ഗവൺമെന്റിന് ലൈസൻസിന് വേണ്ടി, പെർമിറ്റിന് വേണ്ടി, പെർമിഷന് വേണ്ടി, ക്ലിയറൻസിന് വേണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് EIAയുടെ കാര്യം. ആ റിപ്പോർട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം. ഇവിടെ നമുക്ക് എന്താണ്, നമ്മുടെ റോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അടുത്തൊരു ഫാക്ടറി വരുന്നു, വലിയൊരു വൻകിട ഫാക്ടറി. ആ ഫാക്ടറിക്ക് ക്ലിയറൻസ് കൊടുക്കണമെങ്കിൽ ആ ഫാക്ടറിക്കാരൻ എന്ത് ചെയ്യും? ഗവൺമെന്റിന് EIA റിപ്പോർട്ട് കൊടുക്കും. ഈ ഫാക്ടറി ഇവിടെ വന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനത്തെ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് സോൾവ് ആയി പോകുമെന്ന് കമ്പനി ആർക്ക് കൊടുക്കും? ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് കൊടുക്കും. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് സൈറ്റിൽ ഇട്ടിരിക്കും, ഓൺലൈൻ സൈറ്റിൽ ഇട്ടിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വായിച്ചു നോക്കുന്നു. അവിടുത്തെ ആൾക്കാർ മാത്രം, എവിടെയാണോ ഇൻഡസ്ട്രി തുടങ്ങുന്നത് ആ ഇൻഡസ്ട്രി തുടങ്ങുന്ന സ്ഥലത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അത് വായിക്കും. ഇന്ന കാര്യങ്ങളാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് അഭിപ്രായം പറയാം. എഴുത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യാം? ഹിയറിംഗ് നടത്തും. ഹിയറിങ്ങിന് ഒരു സ്ഥലവും പറയും, ആ സ്ഥലത്തിൽ ആൾക്കാർ കൂടാനായിട്ടുള്ള സമയവും പറയും. ആ ഹിയറിങ്ങിന് എന്ത് ചെയ്യും? ചോദിച്ച് മനസ്സിലാക്കും. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതിനെന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ച്, ജനങ്ങളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനെല്ലാം റെക്കോർഡ് ചെയ്ത ശേഷം കമ്പനി എന്ത് ചെയ്യും? തിരിച്ച് ഗവൺമെന്റിന് ഈ EIA റിപ്പോർട്ടിനെ തിരുത്തി എഴുതും. ജനങ്ങളുടെ അഭിപ്രായം കൂടെ ചേർത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്ത് മാത്രമേ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇവിടെ എന്ത് ചെയ്യാൻ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ സമയങ്ങൾ കുറെ കുറച്ചിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ഇഷ്യൂ ആയിട്ട് പറയുന്നത്. ആദ്യം ജനങ്ങൾക്ക് പറയാനുള്ള സമയം 30 ദിവസമായിരുന്നു. ഇപ്പോൾ അത് 20 ദിവസമായിട്ട് വെട്ടി കുറച്ചു. അതൊരു ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റത്തില്ല. പബ്ലിക് കൺസൾട്ടേഷനിൽ പബ്ലിക്കിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ചുരുക്കി, എവിടെ ആ ഇൻഡസ്ട്രി എവിടെ നിൽക്കുന്നോ അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ.
എൻ്റെ ഇവിടെ ഒരു കമ്പനി തുടങ്ങി, എനിക്ക് അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. അമേരിക്കയിൽ നിന്നുകൊണ്ടോ കേരളത്തിലെ കാസർഗോഡ് നിന്നുകൊണ്ടോ അങ്ങ് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഇത് ഒരു രീതിയിൽ എന്ത് ചെയ്താണ്, നല്ലതാണ്. കാരണം എന്താ, അത്യാവശ്യത്തിനുള്ള സൈലൻസിനെ കുറയ്ക്കും. അത്യാവശ്യത്തിനുള്ള ഈ സംസാരങ്ങളെ കുറച്ചിട്ട് ആ റീജിയണിന് എന്ത് കുറവുണ്ടെന്ന് മനസ്സിലാക്കാൻ പഠിക്കുന്ന ഒരു നല്ലൊരു കാര്യമാണ്. എന്നാൽ ഇവിടെയാണ് അതിൻ്റെ വേറൊരു പ്രശ്നവും വരുന്നത്. സാമാന്യ ജനങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാനും ഈ ബോധപരം ആണോ എന്നൊരു ചോദ്യം ഇതിൻ്റെ പുറത്ത് വയ്ക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ക്രിറ്റിസിസം. സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ, ആക്ടിവിസ്റ്റ് ആണെങ്കിൽ ഓക്കെ, എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അവർ സംസാരിച്ചോളൂ. എന്നാൽ സാമാന്യ ജനങ്ങൾ എങ്ങനെ സംസാരിക്കും, അവർക്ക് എന്തറിയാം എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അതാണ് രണ്ടാമത്തെ ക്രിറ്റിസിസം. ആദ്യത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് 20 ദിവസമേ കൊടുത്തിട്ടുള്ളൂ ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ. അത് തികയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വളരെ എളുപ്പമായിട്ട് 20 ദിവസത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പറ്റുന്നതാണ്. എന്നാലും എഴുത്തിൻ്റെ രീതിയിൽ കൊടുക്കണമെങ്കിൽ ഒരു 5 ദിവസം കൂടെ, 20 ദിവസം എന്ന് പറയുന്നതിന് ഒരു 25 ദിവസമാക്കി മാറ്റിയാൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, വേറൊരു ആക്ടിവിസ്റ്റിന് ഇവിടെ വോയിസ് ഇല്ല. ഒരു നല്ല കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇപ്പോൾ ജനങ്ങൾ ജാഗ്രതയാകണം, ഒരു ഉഷാറാകണം. നമുക്ക് എന്താണ് ആവശ്യമെന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ട സമയം ഇതാണ്. വെളിയിൽ നിന്നും പറയുന്ന ഒരാളുടെ അഭിപ്രായം എടുക്കാതെ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാകേണ്ട സമയം ഇതാണ്. IT-യിൽ എൻ്റെ സ്ഥലം, ഐ ടിയിൽ ഇരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ ആർക്കറിയത്തില്ല, അങ്ങ് അറ്റം കിടക്കുന്ന ഒരാൾക്ക് അറിയത്തില്ല. എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കേ അറിയാവൂ. അപ്പം എന്ത് ചെയ്യാം, എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഈ കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലാഭം, ജോലി കിട്ടുമോ, എൻവയോൺമെന്റിനെ നശിപ്പിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും എന്ത് ചെയ്യും, ഇവിടെ വരും. അതുമാത്രമല്ല, ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടെ കോമൺ സെൻസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് അനലൈസ് ചെയ്യാം വേറൊരു ആളുടെ സഹായമില്ലാതെ, ഒരു വിത്തൗട്ട് എനി പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. സോ ദാറ്റ്സ് എ ഗുഡ്. അതൊരു ഗുഡാണെങ്കിലും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ആർക്കും എവിടെ നിന്നും അഭിപ്രായം പറയാലോ, അവരുടെ ഷെയർ വ്യൂസ് വയ്ക്കാലോ. അപ്പം ചാക്കയുടെ അടുത്ത് IT-യിൽ എൻ്റെ പ്രശ്നങ്ങളുടെ പുറത്ത് ഏതോ ഒരു ആക്ടിവിസ്റ്റിന് സോഷ്യൽ മീഡിയയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ജിയോഗ്രഫിക്കൽ ഫാക്ടറിനെ വല്ലാതെ വലിച്ച് കെട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു ജിയോഗ്രഫി പ്രശ്നമേ അല്ല സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ. ഒരു 10-15 വർഷത്തിന് മുമ്പാണെങ്കിൽ അത് ഇഷ്യൂ, ഇപ്പോൾ ഇഷ്യൂ അല്ല. സോ ആ 2 ഇഷ്യൂവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയാവാം. 20 ദിവസം എന്ന് പറയുന്നത് ഒരു 25 ദിവസമായിട്ട് കൂട്ടാം. പിന്നെ ജനങ്ങൾ കുറച്ചും കൂടെ ബോധവൽക്കരണം ചെയ്യണം. ജനങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ബോധമുള്ളവരായിട്ട് മാറണം. ദാറ്റ്സ് ടു ഈസ് ടേക്കൺ കെയർ. പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതും കൂടെ അതിൻ്റെ അകത്ത് വരും. പിന്നീട് നോക്കേണ്ട ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിമിറ്റഡ് ആണ്. എല്ലാ സ്ഥലത്തും കമ്പനി തുടങ്ങാൻ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കേണ്ട എന്ന് ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. അതായത് കുറച്ച് പ്രൊവിഷൻസിനെ ജനങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുകയാണ്. നാഷണൽ ഡിഫൻസിൻ്റെ കേസസിൽ ജനങ്ങളോട് ക്ലിയറൻസ് ചോദിക്കേണ്ട, കൺസൾട്ടേഷൻ ചോദിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് ഏരിയകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജനങ്ങളുടെ അഭിപ്രായം ആവശ്യമില്ല. അത് എന്താണെന്നും അത് ഓരോന്നും എന്താണെന്നും ഈ റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ചില റെസ്ട്രിക്ഷൻസോട് കൂടിയാണ് ഇത് തന്നിരിക്കുന്നത്. കാരണം എന്താ, ഈ എല്ലാത്തിനും അഭിപ്രായം പോയി പറയാൻ നിന്ന് കഴിഞ്ഞാൽ
ഒരു കാര്യവും ഇവിടെ നടക്കത്തില്ല എന്നൊരു ഇതിൻ്റെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളെ ആർക്കൊതുക്കിയിരിക്കുകയാണ്? അതിന് ക്ലിയറൻസ് വേണ്ട, പബ്ലിക് ഒപ്പീനിയൻ വേണ്ട, ഡയറക്റ്റ് ആയിട്ട് അവർക്ക് പബ്ലിക് ഒപ്പീനിയൻ ഇല്ലാതെ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മുടെ അടുത്ത അഭിപ്രായം ചോദിക്കേണ്ട എന്നുള്ളത്? സെക്കൻഡറി മെറ്റലറി ഇൻഡസ്ട്രി ആണെങ്കിൽ അഭിപ്രായം ചോദിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, സോഡ ആഷ് ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ ഐറ്റം നമ്പർ 17 സോഡ ആഷ് ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ അഭിപ്രായം ചോദിക്കേണ്ട. കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് സ്റ്റാൻഡ് അലോൺ അമോണിയ പ്ലാന്റ്സ് 19 ഇത് തുടങ്ങാനും എന്ത് വേണ്ട? ജനങ്ങളുടെ അഭിപ്രായം വേണ്ട. മാനുഫാക്ചറിങ് ഓഫ് ആസിഡ്സ്, പെസ്റ്റിസൈഡ്സ് ഇൻക്ലൂഡിംഗ് ഇൻസെക്ടിസൈഡ്സ്, ഹെർബിസൈഡ്സ്, വീഡിസൈഡ്സ്, പെസ്റ്റ് കൺട്രോൾ എക്സെട്ര എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ അകത്ത് വരുന്നവർക്കും നമ്മുടെ അഭിപ്രായം വേണ്ട. മാൻമെയ്ഡ് ഫൈബർ മാനുഫാക്ചറിങ്, ഈ നൂലുകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിക്ക് പബ്ലിക് ഒപ്പീനിയൻ വേണ്ട. പെട്രോളിയം പ്രോഡക്ട്സ് ആൻഡ് പെട്രോകെമിക്കൽ ബേസ്ഡ് പ്രോഡക്ട്സ്, പിന്നെ സിന്തറ്റിക് ഓർഗാനിക് കെമിക്കൽസ്, അതിന് ആവശ്യമില്ല. മാനുഫാക്ചറിങ് ഓഫ് പെയിൻറ്റ്സ്, വാർണിഷ്, പിഗ്മെന്റ്സ്, ഇങ്ങനെ പെയിന്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പുതിയതായിട്ട് വരണമെങ്കിൽ നമ്മുടെ ഇത് വേണ്ട. പിന്നെ റോഡ്, ഹൈവേസ്, മിലിറ്ററി ഐറ്റം ഉണ്ടാക്കുന്ന വെപ്പൺസുമായ കാര്യത്തിനും നമ്മുടെ അഭിപ്രായം ചോദിക്കേണ്ട. പിന്നെ കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, മെഡിക്കൽ വേസ്റ്റ് ചെയ്യുന്ന ഫെസിലിറ്റി, മെഡിക്കൽ വേസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഈ കമ്പനികൾക്ക് പബ്ലിക് ഒപ്പീനിയൻ വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഈ മെഡിക്കൽ വേസ്റ്റ്, വേസ്റ്റിനെ ഡീൽ ചെയ്യുന്ന ഇതിനെ ജനങ്ങളുടെ പബ്ലിക് ഹിയറിങ്ങിലോട്ട് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഈ പറഞ്ഞിട്ടുള്ള ചില കമ്പനീസ് എല്ലാം ഡയറക്റ്റ്ലി എൻവയോൺമെൻറ്റിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ദോഷം വരും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവയാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളെ കൺസിഡർ ചെയ്യണം, ജനങ്ങളുടെ ഒപ്പീനിയനിലോട്ട് ചോദിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് പ്രധാനപ്പെട്ട EIA എന്താണെന്ന് എനിക്ക് പറയാനുള്ളത്. EIAയുടെ ഒരു എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അലയൻസസ്. അപ്പം കാര്യമായിട്ട് പറയണമെങ്കിൽ ഇവിടെ പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് തങ്ങളുടെ ഒരു കമ്പനി വരുമ്പോൾ ആ കമ്പനിയുടെ EIA റിപ്പോർട്ട് വായിച്ച് അതിൽ നിന്നും വ്യക്തമായിട്ട് അതിന് ഉത്തരം പറയാനും അതിൽ മാറ്റം വരുത്താനുമുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുത്ത സമയം ചുരുക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആ സമയം 20 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 25 ദിവസമാക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുമാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്ത് എവിടെ നിന്നും ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഉള്ളത് കൊണ്ട് രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ആക്ടിവിസ്റ്റുകളെ ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യാനും ഇപ്പം ഇതിനെ നോക്കാനായിട്ട് അപ്രൈസൽ കമ്മിറ്റി ഉണ്ട്. അതേപോലെ കോമൺ സിവിലിയൻ കമ്മിറ്റി ഒന്ന് രൂപകൽപ്പന ചെയ്യപ്പെടണം. ഒരു ഫാക്ടറി വരുമ്പോൾ സിവിലിയൻസ്, ലോക്കൽ ബോഡി മെമ്പേഴ്സ് അല്ല, പൊളിറ്റിക്സിലുള്ള ഒരാളുമല്ല, സാധാരണ ജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു അസോസിയേഷൻ പോലെ, കുടുംബശ്രീ പോലെ, കുടുംബശ്രീനെയും കാട്ടിയും പറയണമെങ്കിൽ ഒരു അസോസിയേഷൻ പോലെ ആ EIA സംഘടിക്കാനായിട്ട് ഒരു അസോസിയേഷനെ ആലോചിക്കണം. ആ അസോസിയേഷൻ സാങ്ഷൻ കൊടുക്കുന്ന രീതിയിലും എന്ത് ചെയ്യണം, ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. കോമൺ സിവിലിയൻ അസോസിയേഷൻ റിട്ടയർ ആയിട്ടുള്ള IPS ഓഫീസേഴ്സ്, IAS ഓഫീസേഴ്സ്, ആക്ടിവിസ്റ്റ്, ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു കോമൺ ലേമാൻ ഗ്രൂപ്പിനെ ഉണ്ടാക്കി ഇവിടെ വയ്ക്കുകയാണെങ്കിലും ഈ EIA നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. 25 ഡേയ്സിൽ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഇതിനെ ഓവർ ഹിയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സ്മൂത്തായിട്ട് പ്രോസസ്സ് പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും. എൻ്റെ അഭിപ്രായത്തിൽ
പറയണമെങ്കിൽ, എൻ്റെ ഒപ്പീനിയൻ ഓപ്പണായിട്ട് പറയണമെങ്കിൽ, ദിസ് ഇസ് എൻവയോൺമെൻറ്റൽ കൺസേൺ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വരേണ്ടതാണ്. ഓരോരുത്തരും അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടവരാണ്. ഇൻ ദാറ്റ് സെൻസ് we should have the civic sense to react to the എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നില്ല, കുറച്ച് ആലോചിച്ച് ചിന്തിച്ച് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യേണ്ടതും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ എന്ത് ചെയ്യുക, EIA-യുടെ റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക. അവർ പറഞ്ഞു ചീത്തത്, ഇവർ പറഞ്ഞു നല്ലത്, അങ്ങനെയല്ല. യു ഷുഡ് ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ. എന്നാലേ ഒരു കമ്പനി ഇങ്ങോട്ട് വന്നാലേ അത് നമുക്ക് നല്ലതാണോ ചീത്തയാണെന്നുള്ള കോമൺ സെൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. I know it is a long video, but we need to do this. Thank you.